ഹലോ ആൻഡ് വെൽക്കം ടു മെറ്റ് മീ ബെറ്റർ. ഇന്ന് ഒരു ലീവ് ഡേ ആണ് കേട്ടോ. ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ആക്ച്വലി ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് ഫ്രഷായി കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ട്. നമ്മൾ വാഷ് ചെയ്ത് വെച്ച ഡ്രസ്സൊക്കെ ഒന്ന് അടുക്കി വെക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ജസ്റ്റ് അതിലേക്ക് പോകുന്നതിന് മുമ്പേ മോർണിംഗ് സ്കിൻ കെയർ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചെയ്യുകയാണേ. ഈ സ്കിൻ കെയർ ഒന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു സന്തോഷം. ജസ്റ്റ് വേറൊന്നുമില്ല, ജസ്റ്റ് ഒരു സെറം മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. ബിക്കോസ് ഇപ്പോൾ അടുത്ത് തന്നെ കുളിക്കണം. അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഒന്ന് അടുക്കി വെക്കുകയാണ്. ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് വന്നിട്ട് ഇപ്പോഴാണ് ആക്ച്വലി ഒരു ടൈം കിട്ടിയത് നമ്മുടെ സ്യൂട്ട് കേസിനകത്തുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനും സോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട്. സോ അതൊക്കെ ചെയ്തു. ജസ്റ്റ് തൂത്തു തുടച്ചു, ബാത്റൂം രണ്ടും കഴുകി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് നമ്മുടെ ബാൽക്കണിയിലെ വ്യൂ ഇസ് ലൈക്ക് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ദിസ് ഹാസ് ബീൻ മൈ വ്യൂ ഫോർ ദ പാസ്റ്റ് 4.5 years to be exact. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു ബ്ലാക്ക് കോഫി ഇട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ബ്ലാക്ക് കോഫി ഇട്ട് കുടിക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് കോഫി പൗഡറൊക്കെ കട്ടയായിപ്പോയി. എന്നാലും വേറൊരു പൗഡർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നല്ല ചൂട് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ഞാനൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അതിന് മുന്നേ ജസ്റ്റ് ബെഡിൽ പില്ലോസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ബെഡ്ഷീറ്റ് മാറ്റാൻ പറ്റില്ല, ബിക്കോസ് ബെഡ്ഷീറ്റ് അപ്പുറത്തെ അലമാരയിലാണ്, അതിൻ്റെ കീ അമ്മയുടെ കയ്യിലാണ്. സോ അത്രേ ഉള്ളൂ. എൻ്റെ ഈ ഫ്രിഡ്ജ് നോക്കി ഞാൻ ഇവിടെ ഇരുന്നാണ് ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കോഫി കുടിക്കുന്നത്. ഇതിനകത്ത് നോക്കുമ്പോൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒരു 1000 കാര്യങ്ങളാണ് തലയിൽ കൂടെ പോകുന്നത്. ദാറ്റ് ഈസ് ഹൗ ദ ഡേ ഷുഡ് ബി ഗോയിങ് അബൌട്ട്. എന്തൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ. അത് കഴിഞ്ഞു. ഞാനിന്ന് ജസ്റ്റ് കുളിച്ചു ഫ്രഷായി. ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ എം വെയറിങ് ദിസ് ഡ്രസ്. ഇറ്റ്സ് എ വെരി വെരി പ്രിറ്റി ഡ്രസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് മേടിച്ചാണ്. എനിക്ക് പൊതുവേ ഫുൾ കൈ ഡ്രസ്സസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ അങ്ങനെ ഈ ഡ്രസ്സ് ഞാൻ ആക്ച്വലി ഇന്ന് ആദ്യമായിട്ടാണ് ഇടുന്നത്. ബിക്കോസ് ഇന്നൊരു മൂടൊക്കെ ഉണ്ടായി ഒന്ന് ഒരുങ്ങാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ അതൊക്കെ ഇട്ട് ഒന്ന് മേക്കപ്പൊക്കെ ഇട്ടു. ആദ്യം ഓപ്പൺ ഹെയർ ആയിരുന്നു, പിന്നെ അത് ടൈ അപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ടോ നെയിൽ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാനിവിടെ വന്നിരിക്കുന്ന ഓസിമൈ നെയിൽസിലാണ്. അവരുടെ സർവീസ് ഇസ് ജസ്റ്റ് ഇംപെക്കബിൾ. അത് കഴിഞ്ഞ് സിദ്ധിക്കുട്ടിയുടെ പിറന്നാളായതുകൊണ്ട് തന്നെ കുറച്ച് ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി പോപ്പീസിലേക്ക് വന്നിരിക്കുകയാണ്. സോ